ഹായ് ഓൾ, വെൽക്കം ടു മൈ ചാനൽ ട്രൂ ലിവിംഗ് ബൈ മിന്നു. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഈ കഴിഞ്ഞ വീക്കെൻഡ് നബിദിനം പ്രമാണിച്ച് ഒരു ലോങ് വീക്കെൻഡ് ആയിരുന്നു ഇവിടെ UAE. അന്ന് ഞങ്ങൾ പോയ ഒരു 1 നൈറ്റ് വീക്കെൻഡ് സ്റ്റേയുടെ വിശേഷങ്ങളുമായിട്ടാണ്. അപ്പോൾ ഒട്ടും താമസിക്കാതെ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഞങ്ങൾ ഫാമിലി ആയിട്ട് ഇവിടെ UAE ലോങ് വീക്കെൻഡ് ഹോളിഡേയ്സ് വരുമ്പോൾ മിക്കപ്പോഴും ഇതുപോലെ ഒരു വീക്കെൻഡ് സ്റ്റേ സ്പെൻഡ് ചെയ്യാൻ പോകാറുള്ളതാണ്. UAE ഈദ് ഹോളിഡേയ്സ്, UAE നാഷണൽ ഡേ, അങ്ങനെ ഒരുപാട് ഹോളിഡേയ്സ് ഇവിടെ വീക്കെൻഡും കൂടെ ചേർത്തൊരു ലോങ് വീക്കെൻഡ് ആയിട്ട് നമുക്ക് കിട്ടാറുള്ളതാണ്. ഇപ്പം എല്ലാ വർഷവും ഇങ്ങനെ എവിടെയെങ്കിലും ഒക്കെ പോകും. ഇപ്പം ലാസ്റ്റ് ഞങ്ങൾ പോയത് ഈ ഫെബ്രുവരിയിൽ എൻ്റെ ബ്രദറൊക്കെ ഇവിടെ വിസിറ്റ് ചെയ്തപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് അലൈനിൽ ഒരു 3 ദിവസം അലൈൻ ഫുള്ളൊന്ന് വിസിറ്റ് ചെയ്യാൻ, അലൈൻ സൂ അങ്ങനെ ഒരുപാട് കവർ ചെയ്തു. അപ്പോൾ അവിടെ ധനത് അലൈൻ റിസോർട്ട് എന്ന് പറയുന്ന റിസോർട്ടുണ്ട്. അവിടെ ഞങ്ങൾ ഒരു 1 നൈറ്റ് സ്പെൻഡ് ചെയ്തായിരുന്നു ഞങ്ങൾ എല്ലാവരും കൂടെ ഫാമിലി ആയിട്ട്. അതാണ് ഞങ്ങൾ ലാസ്റ്റ് ഈ കൊറോണയൊക്കെ ജസ്റ്റ് ഈ ലോകത്തേക്ക് ഹിറ്റ് ചെയ്തെല്ലാം ഈ പാൻഡമിക് ഒക്കെ ആവുന്നതിന് തൊട്ട് മുന്നേ അതായിരുന്നു ഞങ്ങളുടെ ലാസ്റ്റ് ഞങ്ങൾ വീക്കെൻഡ് സ്പെൻഡ് ചെയ്തത്. അതിന് മുന്നേ ഞങ്ങൾ അബുദാബി ഷെറാട്ടൺ, അത് കഴിഞ്ഞ UAE നാഷണൽ ഡേ ഡിസംബറിലാണ്. അപ്പം അതിനുശേഷം ഒരു കുറേ നാളത്തേക്ക് ഈ ഈദിൻ്റെ ഈദിൻ്റെ സമയത്തെല്ലാം നമ്മൾക്ക് എങ്ങും പോകാൻ പറ്റത്തില്ല. ലോക്ക്ഡൗൺ ഒക്കെ ആയിട്ട് എല്ലാവരും വീട്ടിൽ തന്നെയൊക്കെ ആയിരിക്കും സ്പെൻഡ് ചെയ്തത്. കുറേ നാൾക്ക് ശേഷം ഈ നബിദിനം പ്രമാണിച്ച് ഒരു ലോങ് വീക്കെൻഡ് വന്നപ്പോൾ എവിടെയെങ്കിലും ഒന്ന് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ഞങ്ങൾ ഈ ഒരു അപ്പാർട്ട്മെൻറ്റ്, ഇതൊരു അപ്പാർട്ട്മെൻറ്റ് സ്റ്റേ ആണ്. അതാണ് ഞങ്ങൾ ഇന്നേ വരെ ഒരു അപ്പാർട്ട്മെൻറ്റ് സ്റ്റേയിലേക്ക് ഞങ്ങൾ ഇതുവരെ പോയിട്ടില്ല. എപ്പോഴും ഒരു 1 റൂമൊക്കെ ഉള്ള ഏതെങ്കിലും ബീച്ച് റിസോർട്ടാണ് ഞങ്ങൾ എപ്പോഴും ചൂസ് ചെയ്യുന്നത്. കാരണം മോനും ഉള്ളതുകൊണ്ട് അവന് ബീച്ചിൽ കളിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ബീച്ച് റിസോർട്ടിലാണ് ഞങ്ങൾ എപ്പോഴും പോകുന്നത്. അപ്പോൾ ഇവിടെ ഒരു അപ്പാർട്ട്മെൻറ്റ് സ്റ്റേ ആണ്, അതും മെറീനയിൽ ഞങ്ങൾ ഇതുവരെ ആ ഒരു ഏരിയ ഞങ്ങൾ പോയിട്ടില്ല. എപ്പോഴും ബീച്ചൊക്കെ ഉള്ള ഏതെങ്കിലും ഏരിയയിലായിരിക്കും ഞങ്ങൾ പോകുന്നത്. എന്തെങ്കിലും ഒരു ചേഞ്ച് വേണ്ടതെന്ന് വിചാരിച്ച് ഞങ്ങൾ അപ്പാർട്ട്മെൻറ്റ്, ഇതാകുമ്പം ഫുൾ അപ്പാർട്ട്മെൻ്റ് ഉണ്ട്, കിച്ചണും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അങ്ങനെ മെറീന വ്യൂ ഒക്കെയാണ്. അപ്പോൾ നമ്മൾ എന്തായാലും ബുക്ക് ചെയ്തു. അപ്പോൾ അങ്ങോട്ടാണ് യാത്ര. അപ്പോൾ ഇത് ദുബായ് മെറീനയിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ആ കാഴ്ചകളാണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ ഞങ്ങൾ വ്യാഴം, വെള്ളി, ശനി അങ്ങനെ 3 ദിവസമാണ് ഇവിടെ ലോങ് വീക്കെൻഡ് അവധി കിട്ടിയത്. അപ്പോൾ ഞങ്ങൾ വ്യാഴാഴ്ച ഉച്ച കഴിഞ്ഞ് 3 മണിക്ക് ചെക്ക് ഇൻ ചെയ്ത് വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ചെക്ക് ഔട്ട് ചെയ്യും. അങ്ങനെയാണ് ഞങ്ങൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ അങ്ങോട്ടുള്ള യാത്രയിലാണ് നമുക്ക് കാണാൻ വിശേഷങ്ങൾ. അപ്പോൾ ഇതാ നമ്മൾ സ്ഥലത്തെത്തിക്കഴിഞ്ഞു. ഇത് കറക്റ്റ് മെറീന മോളിനൊക്കെ അടുത്താണ്, എല്ലാത്തിൻ്റെ സെൻറ്ററാണ്. മെറീന വ്യൂ ഒക്കെ കറക്റ്റ് കിട്ടുന്ന ഒരു ഏരിയ ആണ്. അപ്പം ഈ ഒരു ഹോട്ടലിൻ്റെ പേര് ലാ വെർഡ അപ്പാർട്ട്മെൻറ്റ്സ് ആൻഡ് വില്ലാസ് എന്നാണ്. അപ്പം ഞാൻ പ്രൊനൗൺസ് ചെയ്യുന്നത് കറക്റ്റ് ആണോ എന്ന് എനിക്ക് അറിയില്ല. ഇതാണ് ലാ വെർഡ, അങ്ങനെയാണെന്ന് തോന്നുന്നു, സൂട്ട്സ് ആൻഡ് വില്ലാസ്. അവിടെയാണ് നമ്മൾ ബുക്ക് ചെയ്തിരുന്നത്. പിന്നെ റേറ്റും കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല, കാരണം ഹോട്ടൽസ് ആകുമ്പോൾ ഓരോ ദിവസവും ഫിക്സഡ് ഒന്നും ആയിരിക്കത്തില്ലല്ലോ 1 നൈറ്റ് എന്ന് പറയുന്നു. ഇപ്പോൾ പ്രത്യേകിച്ച് ഞങ്ങൾ ഇതുപോലെ ഹോളിഡേ ടൈമിലാണ് പോയത്, കുറച്ച് കൂടുതലായിരിക്കും. അല്ലാതെ വീക്ക് ഡേയ്സ് ഒക്കെ പോകുമ്പോൾ കുറവായിരിക്കും. അതുകൊണ്ട് കറക്റ്റ് ഒന്നും പറയുന്നില്ല. ചെക്ക് ഇൻ ചെയ്യുന്നതൊന്നും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വീഡിയോ എടുത്തിട്ടില്ല, കാരണം ഞങ്ങൾ കാറിൽ തന്നെ വെയിറ്റിംഗ് ആയിരുന്നു. ഹസ്ബൻഡാണ് ചെക്ക് ഇൻ എല്ലാം ചെയ്തത്. അത് കഴിഞ്ഞ് ഞങ്ങളിപ്പോൾ റൂമിലോട്ട് പോവാണ്. ഒന്നും വേണ്ട, എമിറേറ്റ്സ് ID മാത്രം മതി. പിന്നെ ഇവിടെ വന്നപ്പം ഒരു ഹാപ്പി ആയത്, ഞങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഇവർ 2 ബെഡ്റൂം അപ്പാർട്ട്മെൻറ്റിലോട്ട് അപ്ഗ്രേഡ് ചെയ്ത് തന്നു. ഞങ്ങൾ 1 ബെഡ്റൂമാണ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 2 ബെഡ്റൂമിലോട്ട് അവർ ഫ്രീ ആയിട്ട് അപ്ഗ്രേഡ് ചെയ്ത് തന്നു. ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ 3 പേരല്ലേ ഉള്ളൂ, ഞങ്ങൾക്ക് 2 ബെഡ്റൂമിൻ്റെ ആവശ്യമില്ല. പക്ഷേ റൂം കണ്ടു കഴിഞ്ഞപ്പോഴത്തേന് ഭയങ്കര ഹാപ്പിയായി. ഞങ്ങളെക്കാൾ ഹാപ്പി മോനായിരുന്നു. ഇതാണ് അപ്പാർട്ട്മെൻറ്റ്. ഒരു 2 ബെഡ്റൂം ആകുമ്പം നല്ല അത്യാവശ്യം നല്ല വലിപ്പമുണ്ട്. ലിവിങ് റൂമും ഓപ്പൺ കിച്ചൺ സ്റ്റൈലൊക്കെയാണ്. അടിപൊളിയായിരുന്നു. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളെ കാണിക്കാം. ഞാൻ അപ്പാർട്ട്മെൻറ്റ് കാണുന്നതിനൊക്കെ മുമ്പ് ആദ്യം ഞാൻ നോക്കിയത് ഇവിടെ നിന്നുള്ള വ്യൂ ആണ്. എനിക്കത് കാണാനായിരുന്നു ഏറ്റവും എക്സൈറ്റ്മെൻറ്റ്. അപ്പം ഞങ്ങൾ ആദ്യമേ ബാൽക്കണി തുറന്ന് ഇവിടുത്തെ വ്യൂ ആണ് ആദ്യം തന്നെ നോക്കിയത്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വ്യൂ ആയിരുന്നു. നിങ്ങൾക്ക് കാണാം, നിങ്ങൾക്ക് ഞാൻ പറയുന്നില്ല, കാണുമ്പോൾ തന്നെ അറിയാം. അപ്പോൾ ഇതായിരുന്നു വ്യൂ. ഇനി നമ്മൾ ബാൽക്കണിയിൽ ഒരു ടേബിളും ചെയറും ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ നിങ്ങളെ അപ്പാർട്ട്മെൻറ്റ് വേഗം ഒന്ന് കാണിക്കാം. അപ്പോൾ നമ്മൾ ലിവിങ് റൂമിൽ നിന്ന് നേരെ പോകുമ്പോൾ
നമ്മുടെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു ചെറിയ ബാത്റൂമുണ്ട്. ചെറിയൊരു ബാത്റൂമാണ്, ഗസ്റ്റ് ബാത്റൂം പോലെ. അതിനുശേഷം വീണ്ടും ഒരു ബാത്റൂമാണ്. അത് നല്ല വലിയ ബാത്റൂമാണ്. ബാത്ത് ടബും ഒക്കെ അറ്റാച്ച്ഡ് ആയിട്ടുള്ള അത്യാവശ്യം വലിപ്പമുള്ള വലിയ ബാത്റൂം തന്നെയാണ്. പിന്നെ അവിടുന്ന് നേരെ നമ്മൾ മുന്നിലോട്ട് ഓപ്പോസിറ്റ് ആയിട്ട് തന്നെ ഗസ്റ്റ് ബെഡ്റൂമാണുള്ളത്. നല്ല അത്യാവശ്യം എല്ലാത്തിനും നല്ല വ്യൂ ആണ് കേട്ടോ. എല്ലാ റൂമിനും ഒരേ വ്യൂ ആണ്, മെറീന വ്യൂ ആണ്. അത് നല്ലതായിരുന്നു. എല്ലാത്തിനും കബോർഡും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. എല്ലാ റൂമിൽ നിന്നും ഓപ്പൺ വ്യൂ ആയതുകൊണ്ട് തന്നെ നല്ല ബ്രൈറ്റ് ആണ് എല്ലാ റൂംസും. വീഡിയോസൊക്കെ എടുക്കാൻ പറ്റിയ ഒരു സെറ്റപ്പായിരുന്നു. ഇതാണ് മെയിൻ ബെഡ്റൂം. ഇവിടെയും കബോർഡും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. മെയിൻ സെയിം വ്യൂ തന്നെയാണ്. ഇവിടെ നല്ല വലിയ അത്യാവശ്യം നല്ല വലിയ ബാത്റൂം തന്നെയാണ്. ബാത്ത് ടബും ഉണ്ട്, അല്ലാതെ സെപ്പറേറ്റ് ഒരു ഷവർ ഏരിയയും ഉണ്ട്. നല്ലൊരു ബാത്റൂമാണ്. അപ്പം ഇതാണ് ടോട്ടൽ അപ്പാർട്ട്മെന്റ് ടൂറ്. ഇനി ഞാൻ കിച്ചണും കൂടെ കാണിക്കാം. കിച്ചണിലെ എല്ലാ കാര്യങ്ങളും ഉണ്ടായിരുന്നു കേട്ടോ. കിച്ചണിലെ മെയിൻ അട്രാക്ഷൻ ഇൻബിൽട്ട് ഇൻഡക്ഷൻ കുക്ക് ടോപ്പ് ആണ്. അപ്പം ഇങ്ങനത്തെ ഇൻബിൽട്ട് ഇൻഡക്ഷൻ കുക്ക് ടോപ്പിൽ ഞാൻ ഇതുവരെ കുക്ക് ചെയ്തിട്ടില്ല. അപ്പം അത് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് തോന്നി എനിക്ക്. പിന്നെ എല്ലാം ഉണ്ട്. വാഷിംഗ് മെഷീനുണ്ട്, മൈക്രോവേവ് ഓവനുണ്ട്, പിന്നെ അല്ലാത്ത ഓവനുണ്ട്. നമുക്ക് അത്യാവശ്യം വേണ്ട പ്ലേറ്റ്സും പിന്നെ കട്ട്ലറീസും നൈഫും ഫ്രൈയിങ് പാനും പിന്നെ സാലഡ് ബൗൾസും എല്ലാ കാര്യങ്ങളും ഉണ്ടായിരുന്നു. അതൊന്നും ഞാൻ എക്സ്പെക്റ്റ് ചെയ്തില്ല. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഇതുപോലൊരു അപ്പാർട്ട്മെന്റിൽ ഞങ്ങൾ ആദ്യമായിട്ടാണ് സ്റ്റേ ചെയ്യാൻ പോകുന്നത്. അപ്പം ഇതൊരു പുതിയ അനുഭവമായിരുന്നു. ഫ്രിഡ്ജ് കബോർഡിന്റെ ഉള്ളിലാണ് ഫ്രിഡ്ജ്. അതുകൊണ്ട് തന്നെ നമുക്ക് കബോർഡാണെന്നേ ആദ്യത്തെ കാഴ്ചയിൽ തോന്നുള്ളൂ. അപ്പം ഫ്രിഡ്ജിലും അത്യാവശ്യം ഇവാപ്പറേറ്റഡ് മിൽക്കും കാര്യങ്ങളും ഒക്കെ അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതുപോലെ പോട്ട്സും ഫ്രൈയിങ് പാനും. അങ്ങനെ നമുക്ക് ഇവിടോട്ട് വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് തന്നെ കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാം. അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ഉണ്ട്. കുറച്ച് അരിയും പച്ചക്കറിയൊക്കെ മേടിച്ചുകൊണ്ട് വന്നാൽ നമുക്കിവിടെ എല്ലാ കുക്കിങ്ങിനുള്ള എല്ലാ ഐറ്റംസും ഇവിടെ ഉണ്ട്. പിന്നെ എല്ലാ ഹോട്ടലിലും നമുക്ക് കോംപ്ലിമെൻ്റ് ആയിട്ട് കിട്ടുന്ന വെള്ളവും പിന്നെ ടീ ബാഗ്സും ഷുഗറും നട്ട്സും അതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു 4 മണി 4:15 ആയിട്ടുണ്ട്. അപ്പോൾ ഒത്തൊരു ചൂടോടെ നല്ലൊരു കാപ്പി ഇടാമെന്ന്. അപ്പോൾ ഈ ഒരു കുക്ക് ടോപ്പ് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ആദ്യമായിട്ടാണ് കുക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും ഉണ്ടായിരുന്നു. പക്ഷേ ഈസി ആയിട്ട് തോന്നി കേട്ടോ. വളരെ ഈസി ആയിട്ട് നമുക്ക് കുക്ക് ചെയ്യാം. അപ്പോൾ ഇവാപ്പറേറ്റഡ് മിൽക്കൊക്കെ ഇവർ തന്നെ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് യൂസ് ചെയ്താണ് ഞങ്ങൾ കാപ്പി ഇടുന്നത്. അപ്പോൾ പുതിയ ഗ്യാസ് സ്റ്റൗവിൽ എങ്ങനെയാണെന്ന് ഒന്ന് നോക്കാനായിട്ട് ആള് വന്ന് ജസ്റ്റ് ട്രൈ ചെയ്യുവാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. Together now, give me your love and tell me your secrets, 'cause we're in this together now. Yeah, we're in this together now. അപ്പോൾ ഒരു അടിപൊളി കാപ്പിയൊക്കെ കുടിച്ച് ഫ്രഷ് ആയതിന് ശേഷം ഞങ്ങൾ സ്വിമ്മിംഗ് പൂളിൽ പോവാണ്. കുട്ടികളെയും കൊണ്ടൊക്കെ നമ്മൾ എവിടെയെങ്കിലും പോയാൽ ഫുൾ ടൈം പൂളിൽ തന്നെ ആയിരിക്കുമല്ലോ. ഞങ്ങളുടെ അവസ്ഥ അത് തന്നെയാണ്. അവരെ എൻജോയ് ചെയ്യാനാണല്ലോ നമ്മൾ മെയിനായിട്ട് വരുന്നത് തന്നെ. അപ്പം നല്ല ഡ്രസ്സ് ഞങ്ങൾ 3 പേരും പൂളിൽ ഇറങ്ങാനൊക്കെ ഉള്ള ഡ്രസ്സൊക്കെ മാറി നേരെ പൂളിലോട്ട് വിടുവാണ്. അപ്പോൾ ഫസ്റ്റ് ഫ്ലോറിലാണ് പൂളുള്ളത്. രാവിലെ 8 മണി തൊട്ട് രാത്രിയിൽ 8 മണി വരെ പൂളുണ്ട്. ഞങ്ങൾ ഇപ്പോൾ ഒരു 5 മണിയൊക്കെ ആയി ഏകദേശം. അപ്പോൾ കുറച്ച് നേരം പൂളിൽ മോൻ്റെ കൂടെ കളിച്ചേച്ച് തിരിച്ച് റൂമിൽ വന്ന് ഫ്രഷായിട്ട് ഒന്ന് മെറീന മോള് അവിടെയൊക്കെ ഒന്ന് പോവാം, വ്ളോഗും ചെയ്യാമല്ലോ, അവിടെയൊക്കെ ഒന്ന് പോകാമെന്ന് വിചാരിച്ചു. കറക്റ്റ് ഷെയ്ഖ് സായദ് റോഡ് സിറ്റിയുടെ നടുക്കാണ് നമ്മളിപ്പം. അതുകൊണ്ട് തന്നെ നല്ല വ്യൂ ആണ്. കിഡ്സ് പൂളും ഉണ്ട്, അല്ലാത്ത അഡൽട്ട്സ് പൂളും ഉണ്ട്. അപ്പോൾ കിഡ്സ് പൂളിൽ ഓൾറെഡി കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ ഈ കൊറോണയൊക്കെ ആയിട്ട് നമ്മൾ അങ്ങോട്ട് ഒരുമിച്ച് ഇറങ്ങണ്ടെന്ന് വെച്ച് അഡൽട്ട്സിൻ്റെ പൂളിലാണ് ആരുമില്ലായിരുന്നു. അപ്പം പിന്നെ ഞങ്ങൾ ഫുൾ ടൈം അവിടെ തന്നെയായിരുന്നു. പിന്നെ മോനെ ഞങ്ങൾ ഞങ്ങൾ രണ്ടുപേരും മാറി മാറി എടുത്തോണ്ട്, കാരണം അവൻ കുഞ്ഞല്ലേ, അപ്പം അവനെ കളിപ്പിച്ച് ഒരു 6-6:30 വരെ ഞങ്ങൾ പൂളിൽ തന്നെയായിരുന്നു. ഇപ്പോൾ പിന്നെ ചെറിയ വിൻ്റർ ടൈമിലോട്ട് പോകുന്നത് കൊണ്ട് തന്നെ നേരത്തെ ഇരുട്ടും. ഒരു 5:30 ആയപ്പോൾ ഇരുട്ടി തുടങ്ങി. നിങ്ങളിനി പൂളിൽ നിന്നുള്ള വ്യൂവും കാര്യങ്ങളൊക്കെ ഞാൻ കാണിക്കാം. എന്നിട്ട് ഞാൻ ഫോൺ മാറ്റി വെച്ചേച്ച് ഞാനും വേറെ കൂടെ ഇറങ്ങാൻ പോവാണ്. Keep you from darkness, even when the sun don't shine, even when the sun don't shine. Give me your strength, show me your weakness, 'cause we're in this together now, you and me together now.
അപ്പോൾ അതാ ഒരു 6:30 ഒക്കെ ആയിട്ടുണ്ട്. നന്നായിട്ട് ഇരുട്ടി. ഇപ്പോൾ ബിൽഡിങ്സിലെല്ലാം ലൈറ്റ് വന്നപ്പം അടിപൊളി ഫീലായിരുന്നു. പൂളും ഈ ലൈറ്റും കാര്യങ്ങളും ഒക്കെ ഇരുട്ടിയപ്പോഴത്തേനും ഒന്നുകൂടെ നല്ല രസമായി. പിന്നെ ഞങ്ങൾ ഇവിടെ നിന്ന് ഫ്രഷായി ക്ലീനൊക്കെ ആയിട്ട് ഞങ്ങൾ തിരിച്ച് റൂമിലോട്ട് പോവാണ്. അപ്പോൾ അതിനു മുമ്പ് ഞാനിവിടുത്തെ വ്യൂ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഞങ്ങൾ തിരിച്ച് റൂമിൽ വന്നു, ഫ്രഷൊക്കെ ആയി. ഇനി ഞാൻ റൂമിലെ ബാൽക്കണിയിൽ നിന്നുള്ള വ്യൂ കാണിച്ചു തരാം. രാത്രി ഇരുട്ടിയതിന് ശേഷമുള്ള വ്യൂ അടിപൊളിയായിരുന്നു. ഞാനൊരു ടൈം ലാപ്സ് ഒക്കെ എടുത്തിട്ടുണ്ട്. അപ്പം ഞാനിനി അത് പ്ലേ ചെയ്ത് കാണിക്കാം നിങ്ങളെ. Wish that I could find the words to describe you now, as I'm lying next to you and the world goes quiet. Wish that I could make you see. അപ്പോൾ ഒരു 7 മണിയൊക്കെ ആയപ്പോഴത്തേനും ഞങ്ങൾ പയ്യെ പുറത്തോട്ട് ഒരു വോക്കിന് ഇറങ്ങി. ഇപ്പം മെറീന മോളൊക്കെ അടുത്താന്ന് പറഞ്ഞല്ലോ, അപ്പം അവിടെ വരെ പോയിട്ട് വരാം, ജസ്റ്റ് നടക്കാം എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളിങ്ങനെ ജസ്റ്റ് ഇറങ്ങി. അപ്പോൾ ഇതാ ദുബായ് ട്രാം കണ്ടു. അപ്പോൾ ഇതിന് ഫ്രണ്ടിൽ തന്നെ ട്രാമിൻ്റെ സ്റ്റേഷനുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കണ്ടപ്പോൾ മോന് ഭയങ്കര, ഇത്രയും അടുത്ത് കണ്ടപ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു മോന്. അപ്പോൾ അവിടെ അതിൽ കയറണമെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞങ്ങൾ നാളെ കയറ്റാം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ സമാധാനിപ്പിച്ച് ഞങ്ങൾ പിന്നെ മുകളിലോട്ട് നടക്കുകയാണ്. തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ. ഇതൊന്ന് ക്രോസ് ചെയ്താൽ മെറീന മോളായി. അപ്പോൾ ഞങ്ങൾ വൈകിട്ട് ഡിന്നറിനും എന്തെങ്കിലും മേടിക്കാമെന്നും പറഞ്ഞൊക്കെയാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങൾ ഇതിൻ്റെ കൂടെ ഇൻക്ലൂഡഡ് ആയിട്ടാണ് ഞങ്ങൾ ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം ദാ ഈ ഓപ്പോസിറ്റ് കാണുന്ന റാഡിസൺ ബ്ലൂ ആണ് കേട്ടോ. ഇത് ഷെയ്ഖ് സായിദ് റോഡാണ് മെയിൻ. നമ്മൾ ദുബായ് നൈറ്റ് വ്ളോഗ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഞങ്ങൾ കാണിക്കുന്നുണ്ട് ഈ റോഡിൽ കൂടെ ഉള്ള വ്യൂ ഒക്കെ. അപ്പോൾ ആ റോഡിൽ കൂടെ ഒക്കെ നമ്മൾ ഇന്ന് നടന്നു പോകുന്ന വ്യൂ ആണ് കാണിക്കുന്നത്. ദുബായ് മെട്രോ പോകുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ ബാക്കിൽ? ഇതൊരു ബിസിയസ്റ്റ് റോഡാണ് കേട്ടോ. വൺ ഓഫ് ദി ബിസിയസ്റ്റ് റോഡാണ് ദുബായിലെ ഷെയ്ഖ് സായിദ് റോഡ്. അപ്പോൾ ഇതാണ് മെറീന മോള്. ഫുൾ ലൈറ്റ്സ് ഒക്കെ ഇട്ട് നല്ല അടിപൊളിയായിരുന്നു കേട്ടോ കാണാനായിട്ട്. പിന്നെ ഈ മോളിൽ ഞങ്ങൾ കല്യാണം കഴിഞ്ഞ സമയത്ത് ഞാൻ വന്നതാണ്. പിന്നീട് ഞാൻ വന്നിട്ടേ ഇല്ല, മോനൊന്നും ഉണ്ടായതിന് ശേഷം വന്നിട്ടേ ഇല്ല. ഇപ്പോൾ ഒരു 3 വർഷത്തോളമായി. അപ്പോൾ നമുക്കിനി മുകളിലകത്ത് കുറച്ച് കാഴ്ചകൾ കാണാം. ഡീറ്റെയിൽ ആയിട്ടൊന്നും ഞാൻ കാണിക്കുന്നില്ല, കുറച്ച് കാര്യങ്ങളൊക്കെ കാണാം നമുക്ക്. ഇതൊരു അത്യാവശ്യം വലിയ മോളാണ് കേട്ടോ. എല്ലാ കടകളും ഉള്ളൊരു മോളാണ്. അപ്പം ഇതിനുള്ളിൽ കയറിയപ്പം ഒരു ക്രിസ്മസ് ഫീലായിരുന്നു. കാരണം ഫുൾ ലൈറ്റ്സൊക്കെ ഇട്ട്, പിന്നെ മിക്കയിടത്തും ക്രിസ്മസിൻ്റെ ഡെക്കറേഷൻസും കാര്യങ്ങളൊക്കെ മിക്ക കടകളിലുമൊക്കെ കണ്ടു തുടങ്ങി. ഇപ്പോൾ ക്രിസ്മസ് വരുവാണല്ലോ. അപ്പോൾ ഇതാ വലിയൊരു സ്ക്രീനൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പം പിന്നെ ഞങ്ങളിതാ മേളിലോട്ട് നോക്കിയപ്പോഴത്തേന് നിങ്ങൾക്ക് കാണാം ഫുൾ ലൈറ്റ്സൊക്കെ വെച്ച് നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്, ചുറ്റും ലൈറ്റ്സൊക്കെ ആയിട്ട്. പിന്നെ അതാ ഇവിടെ ട്രെയിനുണ്ട്. അപ്പോൾ ട്രെയിൻ കണ്ടപ്പോൾ ആൾക്ക് ട്രെയിനിൽ കയറണമെന്ന് പറഞ്ഞു. പിന്നെ അവസാനം ട്രെയിനിൽ കയറി. ഞാനാണ് കൂടെ കയറിയത്. അപ്പോൾ ഇത് ഒരു ഫുള്ള് മോളൊന്ന് ചുറ്റിക്കും കേട്ടോ. അപ്പോൾ ഒരു റൗണ്ടിന് 15 ദിർഹംസാണ് ആയത്. അപ്പം ഞങ്ങൾ ഇനി ട്രെയിനിലൊന്ന് പോട്ടെ. ഇപ്പോൾ ട്രെയിൻ യാത്ര കഴിഞ്ഞപ്പം ഐസ്ക്രീം കണ്ടപ്പോൾ ആൾക്ക് ഐസ്ക്രീം വേണം. അപ്പം അവിടെ നിന്ന് ഐസ്ക്രീം മേടിച്ചു. അപ്പം ഞങ്ങൾ മോളൊന്നും ഒരുപാട് ചുറ്റിക്കറങ്ങിയൊന്നുമില്ല. ഇതിന് ശേഷം ഞങ്ങൾ ഫുഡ് കോർട്ടിൽ പോയി ഫുഡ് മേടിച്ചു. പിന്നെ നമുക്ക് മോളിനുള്ളിൽ കൂടെ തന്നെ നമുക്ക് മെറീന വോക്കിലോട്ട് ഇറങ്ങാൻ പറ്റും. അപ്പോൾ അങ്ങോട്ട് ഇറങ്ങി ഞങ്ങൾ ആ ഒരു അവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് കുറച്ച് നേരം സ്പെൻഡ് ചെയ്തു ആ മെറീന വോക്കിൽ. അതിനുശേഷം ഞങ്ങൾ റൂമിൽ പോയി, അത്രയേ ഉള്ളൂ. മോളിൽ ഞങ്ങൾ ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്തിട്ടില്ല.
നേരെ ഞങ്ങൾ ഫുഡ് കോർട്ടിൽ പോയി ഫുഡെല്ലാം മേടിച്ചു. പിന്നെ ഞങ്ങൾ മോളിൽ നിന്ന് തന്നെ മെറീന വോക്കിലോട്ടുള്ളിടത്തോട്ട് ഇറങ്ങി. ഈ മെറീന വോക്കിലോട്ട് ഞങ്ങൾ ഇറങ്ങി. ഇവിടെ ഒത്തിരി ലൈറ്റ്സൊക്കെ ഇട്ട് ചെറിയ ചെറിയ റെസ്റ്റോറൻറ്റും കടകളും ഒക്കെ ഉണ്ട്. പിന്നെ ഇത് ചുറ്റും ഇങ്ങനെ ഒരുപാട് നടക്കാനുണ്ട് കേട്ടോ. അപ്പോൾ ഒത്തിരി പേര് ടൈം സ്പെൻഡ് ചെയ്യാനൊക്കെ വന്നിട്ടുണ്ട്. കുറേ പേര് സൈക്ലിങ്ങും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ചെയ്യാം. പിന്നെ ഇവിടെ ബോട്ട് റൈഡ് ഉണ്ട്. ഞങ്ങൾ പണ്ട് ഞാനും ഹസ്ബൻഡും പോയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് മെയിൻ ഏരിയാസൊക്കെ പോവാം. 1 hour ആണ്. അതിനെന്തോ റേറ്റ് കൊണ്ട് ഓർമ്മയില്ല എനിക്കിപ്പം. റൈഡിനൊക്കെ പോകേണ്ടവർക്ക് അങ്ങനെ പോകാം. പിന്നെന്താ ഇവിടെ കുറച്ച് നേരം ഞങ്ങളിങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് ഫോട്ടോസൊക്കെ എടുത്ത് കുറച്ച് നേരം സ്പെൻഡ് ചെയ്തു. അപ്പം ഈ വഴി തന്നെ പോയാൽ ഞങ്ങളുടെ ഹോട്ടലിലോട്ട് എത്താം. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഇതുവഴി തന്നെ നടന്ന് നേരെ ഹോട്ടലിലോട്ട് പോകുമായിരുന്നു. അപ്പോൾ ഞാൻ ഇവിടുത്തെ കുറച്ച് വ്യൂസും കാര്യങ്ങളൊക്കെ നിങ്ങളെ കാണിക്കാം. പിന്നെ ഞങ്ങൾ തിരിച്ച് ഹോട്ടലിൽ തന്നെ എത്തി. അപ്പോൾ ഹോട്ടലിൻ്റെ റിസപ്ഷൻ ഏരിയ ഒക്കെ ഞാൻ ആദ്യം കാണിച്ചില്ലല്ലോ, അതിപ്പോൾ ഞാൻ കാണിക്കാം. ഇതാണ് ഹോട്ടല് ലാവെർഡ സൂട്ട്സ് ആൻഡ് വില്ലാസ് എന്ന് പറയുന്നത്, ദുബായ് മെറീനയിലുള്ള. ഇതിൻ്റെ ഉള്ളിലോട്ട് കയറിയാൽ വലിയൊരു റിസപ്ഷൻ ഏരിയ ആണ്. നല്ല രീതിയിൽ ഡിസൈനൊക്കെ ചെയ്ത നല്ലൊരു റിസപ്ഷൻ ഏരിയ തന്നെയാണ്. നല്ല ലൈറ്റ്സും കാര്യങ്ങളും സോഫാസും നമുക്ക് ലൗഞ്ച് ഏരിയസും എല്ലാം ഉണ്ട്. ഇതാണ് ഇതിൻ്റെ റിസപ്ഷൻ ഏരിയ. അപ്പോൾ ഇതിപ്പം രാത്രിയായി, ഒരു 9:30 ഒക്കെ ആയി. അതാണ് നല്ല ലൈറ്റ്സ് ഒക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ റൂമിലോട്ട് തന്നെ പോവാണ്. റൂമിൽ തിരിച്ചെത്തിയിട്ട് ഞങ്ങൾ ഫുഡ് കഴിച്ചു. മോന് ഞങ്ങൾ നൂഡിൽസ് കൊടുത്തു. വല്ലപ്പോഴും ഒക്കെ ഇതുപോലെ അത്യാവശ്യ ഘട്ടമൊക്കെ വരുമ്പോൾ കൊടുക്കും. അവന് പുറത്തുനിന്ന് മേടിച്ച് അങ്ങനത്തെ ഫുഡൊന്നും കഴിക്കത്തില്ല. അപ്പോൾ അവർ നൂഡിൽസ് ഉണ്ടാക്കി കൊടുത്തു. പിന്നെ മോൻ അപ്പം തന്നെ ഉറങ്ങി കേട്ടോ. കഴിച്ചു കഴിഞ്ഞ ഉടനെ നല്ല ടയേർഡായിരുന്നു. ഞാനും ഹസ്ബൻഡും ഒരു രാത്രി 1:30 വരെയൊക്കെ ഞങ്ങൾ പുറത്ത് ബാൽക്കണിയിലൊക്കെ പോയിരുന്ന് കാഴ്ചകളെല്ലാം കണ്ട് എന്നിട്ടൊക്കെയാണ് കേട്ടോ ഉറങ്ങിയത്. ഉറങ്ങാനേ തോന്നില്ലായിരുന്നു, കാഴ്ചകളൊക്കെ കണ്ടിരിക്കുമായിരുന്നു. പിന്നെ നമുക്ക് നെക്സ്റ്റ് മോർണിംഗ് കാണാം. ഇപ്പോൾ രാവിലെ ആയി. പിറ്റേന്ന് ഞാനൊരു 6:30 ആയപ്പോൾ എണീറ്റു കേട്ടോ. ഹസ്ബൻഡും മോനും നല്ല ഉറക്കമാണ്. ഞങ്ങൾ ലേറ്റായിട്ടല്ലേ ഞാനും ഹസ്ബൻഡും കടന്നു നിന്നിട്ടും. പക്ഷേ എന്തോ ഉറക്കം വന്നില്ല. രാവിലെ 6:30 ആയപ്പോഴേ ഞാൻ എണീറ്റു. അപ്പം അവരുറക്കമാണ്. ഇനിയിപ്പോൾ ഒരു ചായ ഇടാമെന്ന് വിചാരിച്ചു. അപ്പം ഞങ്ങൾ തലേന്ന് മറീന മോളിൽ പോയപ്പം ഒരു പാക്കറ്റ് പാലൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ രാവിലെ ഇച്ചിരി ചായ ഇടുവാണ്. പിന്നെ ഞങ്ങൾ വീട്ടിൽ നിന്ന് കുറച്ച് ഫ്രൂട്ട്സ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ ആപ്പിളും കിവി, ഞാൻ ഫ്രിഡ്ജ് ഓർഗനൈസേഷന് പറയുന്നുണ്ട്, ആപ്പിളും കിവിയാണ് ഞങ്ങളുടെ വീട്ടിൽ സ്ഥിരം കാണുന്നത്. അപ്പോൾ ആ ഫ്രൂട്ട്സ് ഞാൻ ജസ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. മോനാണെങ്കിലും ഇടയ്ക്ക് വല്ലതും ചോദിക്കുവാണെങ്കിൽ കൊടുക്കാനായിട്ട്. അപ്പം അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ഒന്ന് റിലാക്സ് ചെയ്ത് ഉച്ചയ്ക്ക് അവർ എണീറ്റ് വരുമ്പോഴത്തേന് ഇരിക്കാമെന്ന് വിചാരിച്ചു. ഇവിടെ ബാൽക്കണിയിൽ ഇരുന്ന് റിലാക്സ് ചെയ്ത് ഈ വ്യൂ ഒക്കെ കണ്ട് ചായയൊക്കെ കുടിച്ചുകൊണ്ടിരുന്നപ്പം മോൻ്റെ സൗണ്ട് കേട്ടു. അവരെണീറ്റു. പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടെ ചായ കുടിച്ചു. മോനും കുറച്ച് ഒരു ചെറിയ ഹാഫ് ഗ്ലാസ് ചായ കുടിച്ചു. പിന്നെ അവന് ബിസ്ക്കറ്റ് ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പം ബിസ്ക്കറ്റൊക്കെ കഴിച്ചു. അതിനുശേഷം കുറച്ച് നേരം ഒന്ന് ഇരുന്നിട്ട് ഞങ്ങൾ താഴെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പം ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കൂടെ കൂട്ടിയാണ് അപ്പാർട്ട്മെൻറ്റ് ബുക്ക് ചെയ്തത്. അപ്പം
ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് പോവാണ്. രാവിലെ 7 മണി തൊട്ടുണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഏരിയയിലോട്ട് പോവാണ്. അത് ഞങ്ങൾ കാണിച്ചു തരാം. അപ്പോൾ ഹോട്ടലിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിലാണ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. കിഡ്സ് ഏരിയ അവിടെയാണ്, പ്ലേയിങ് ഏരിയ, പിന്നെ സോന ബാത്ത് അതിൻ്റെയൊക്കെ ഏരിയാസ് താഴെയാണ്. പിന്നെ താഴെ തന്നെയാണ് മെറീന വോക്കിൽ നിന്ന് നമ്മൾ എൻ്റർ ചെയ്യുന്നതും. ഈ ഹോട്ടലിൻ്റെ താഴെ ഗ്രൗണ്ട് ഫ്ലോറിലാണ്. നിങ്ങൾക്ക് കാണാം, നമ്മുടെ ലെഫ്റ്റ് സൈഡ് കാണുന്നത് ഫുൾ മെറീന വോക്കാണ്. അപ്പം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് അവിടോട്ട് പോവാം. അപ്പോൾ നമ്മൾ താഴോട്ട് ഇറങ്ങി വരുമ്പോഴത്തേനും ഒരു സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് അവർ ചെയ്ത് വെച്ചിരിക്കുന്നത് കാണാൻ നല്ല രസമുണ്ടായിരുന്നു, ആ ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട്. ഇനി നമ്മൾ ഉള്ളിലോട്ട് പോവുകയാണ്. അപ്പോൾ ഫുഡ്സ് എല്ലാ കാര്യങ്ങളും ഉണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ സൗത്ത് ഇന്ത്യൻ, നമ്മുടെ ഇഡ്ഡലി, ചട്നി, വട തൊട്ടിട്ട് ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് എല്ലാ കാര്യങ്ങളും ഉണ്ടായിരുന്നു. ജ്യൂസസ്, പിന്നെന്താ പാൻ കേക്ക്സ്, എല്ലാ കാര്യങ്ങളും ഉണ്ടായിരുന്നു. സാലഡ്സ്. അപ്പോൾ എല്ലാം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഞാനിതിൽ കാണിക്കുന്നില്ല, കാരണം ഞാൻ മോനെ കഴിപ്പിക്കുന്ന ആ ഒരു ഹറിബറിയിലായിപ്പോയി. അപ്പോൾ കുറച്ച് ഭാഗങ്ങൾ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്, അത് ഞാൻ ഇൻക്ലൂഡ് ചെയ്യാം. അങ്ങനെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ചു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഈ കിഡ്സ് ഏരിയയിലോട്ടാണ് വന്നത്. അവിടെ കുറച്ച് നേരം മോൻ അവിടെ ഒന്ന് കളിച്ചു. കുറച്ച് നേരം ഞങ്ങളിവിടെ സ്പെൻഡ് ചെയ്തോളൂ കേട്ടോ. സമയം പോവാണ്, നമുക്ക് 12 മണിയാകുമ്പോൾ ചെക്കൗട്ട് ചെയ്യണം. അപ്പം അത് കഴിഞ്ഞ് ഞങ്ങൾ ഇവിടുന്ന് ജസ്റ്റ് മെറീന വോക്കിലൊന്ന് ചുമ്മാ കുറച്ച് നേരം പോയി ഒന്ന് സ്പെൻഡ് ചെയ്തു. പിന്നെ ഞങ്ങളിവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു മെറീന വോക്കിൽ നിന്ന്. എല്ലാവരും ഫ്രൈഡേ മോർണിംഗ് അല്ലേ, അപ്പം എല്ലാവരും വോക്കിനൊക്കെ ഇവിടെ ഉള്ളവരൊക്കെ ഇതിനൊക്കെ പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് നേരം ഈ വ്യൂ ഒക്കെ നോക്കി നിന്നു, ഫോട്ടോസൊക്കെ എടുത്തു, ടൈം ലാപ്സൊക്കെ എടുത്തു. അങ്ങനെ കുറച്ച് നേരം ഇവിടെ ഇരുന്നു. പിന്നെ ഈ കാണുന്നതാണ് നമ്മുടെ ഹോട്ടൽ ലാവർഡ. അപ്പം ഈ ഒരു ഹോട്ടലിലായിരുന്നു നമ്മൾ ഒരു ദിവസം സ്പെൻഡ് ചെയ്തത്. ഇനി ഞങ്ങൾ തിരിച്ച് റൂമിലോട്ട് തന്നെ പോവാണ്. റൂമിൽ പോയിട്ട് ടൈം ഉണ്ടെങ്കിൽ ഞങ്ങൾ പൂളിൽ ഒന്നുകൂടെ ഒന്ന് പോവാം, മോനെയും കൊണ്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ടൈം ഉണ്ടായിരുന്നു, 9:30 ഒക്കെ ആയതേ ഉള്ളൂ. അപ്പോൾ 12:30 ചെക്കൗട്ട് ചെയ്താൽ മതി. അപ്പോൾ ഞങ്ങൾ ഇനിയും റൂമിൽ പോയി ഒന്ന് ഡ്രസ്സൊക്കെ മാറിയിട്ട് വീണ്ടും കുറച്ച് നേരം ഒന്ന് പൂളിൽ പോവാണ്. അപ്പോൾ അതിൻ്റെ ഒന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. ഹോട്ടലിൻ്റെ ഔട്ട് സൈഡ് ഒന്നും ഞാൻ പകൽ വെളിച്ചത്തിൽ കാണിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ ഇതുപോലെ കുറച്ച് അറബിക് ടച്ച് തരുന്ന കുറച്ച് ഫീലുള്ള ടൈപ്പ് സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ അവർ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതാണ് ഹോട്ടലിൻ്റെ കറക്റ്റ് എൻട്രൻസ്. ഇവിടെ ഒരു ചെറിയൊരു പൂള് പോലെ ഒരു ഫൗണ്ടൻ പോലെയൊക്കെ ഉണ്ട്. ഇതാണ് നമ്മുടെ ഹോട്ടലിൻ്റെ നെയിം. പിന്നെ നമ്മൾ ഫ്രണ്ടിൽ തന്നെ അവർ ഒരു കുതിരവണ്ടി പോലെ ഒരു സംഭവം വെച്ചിട്ടുണ്ടായിരുന്നു. അത് നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. അപ്പം ഞങ്ങൾ തിരിച്ച് റൂമിലെത്തി. ഞങ്ങൾ പാക്കിംഗ് എല്ലാം കഴിഞ്ഞു. ഇടയ്ക്ക് ഞങ്ങളൊന്ന് പൂളിൽ പോയായിരുന്നു, അത് ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. പിന്നെന്താ ലാസ്റ്റ് ഈ വ്യൂ ഒക്കെ ഒന്നുകൂടെ ഒന്ന് കണ്ട് എല്ലാത്തിനോടും ബൈ പറഞ്ഞ് ഞങ്ങളുടെ ടൈമായി. ഞങ്ങൾ താഴെ വിളിച്ച് പറഞ്ഞു ചെക്കൗട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ അവർ വന്ന് നമ്മുടെ ലഗേജൊക്കെ കൊണ്ടുപോയിക്കോളും. അപ്പോൾ ഞങ്ങൾ അപ്പം ഈ ഒരു 1 നൈറ്റ് ഡേ സ്പെൻഡ് ചെയ്ത അപ്പാർട്ട്മെൻറ്റിനോട് ഞങ്ങൾ വിട പറയുവാണ്. നല്ലൊരു സ്റ്റേ ആയിരുന്നു. ഞങ്ങൾ നന്നായിട്ട് എൻജോയ് ചെയ്തു. ഒരു മച്ച് റിലാക്സിങ് ബ്രേക്ക് തന്നെയായിരുന്നു.
പിന്നെ ഇവിടെ ഞങ്ങൾ ചെക്കൗട്ട് ചെയ്തതിന് ശേഷം മോന് പ്രോമിസ് കൊടുത്ത പോലെ ഞങ്ങൾ മോനെ കൊണ്ടുവന്ന് ട്രാമിൽ കയറി. അപ്പം അതിൻ്റെ വ്ളോഗ് നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, ഞാനത് സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ഇടാം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എൻ്റെ പഴയ വീഡിയോസ് കാണാത്തവർ കാണുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും വീഡിയോ സജഷൻസ് ഉണ്ടെങ്കിൽ പറയുക. അപ്പോൾ താങ്ക് യു ഓൾ ഫോർ വാച്ചിങ് മൈ വീഡിയോ. Please like, share and subscribe to my YouTube channel. See you all. Bye.